നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിന്റെ അപ്ഡേറ്റുകളെ കുറിച്ച് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. ഈ അപ്ഡേറ്റിലൂടെ നിങ്ങളുടെ ചാനലിൽ ചിലപ്പം ഏണിങ്സ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്ന് പറയാം. 4 മെയിൻ അപ്ഡേറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ അപ്ഡേറ്റ് ഗിഫ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്, വെർട്ടിക്കൽ വീഡിയോ ലൈവിൽ ഓഡിയൻസിന് നമുക്ക് ഗിഫ്റ്റ് തരാനുള്ള ഒരു ഫീച്ചർ ഉണ്ട്. അതിലൂടെ ഗിഫ്റ്റ് തരാനായിട്ട് സാധിക്കും. പക്ഷേ ഹൊറിസോണ്ടൽ വീഡിയോസിൽ ലൈവ് സെക്ഷനിൽ ഗിഫ്റ്റ് തരാനുള്ള ഓപ്ഷൻ ഇല്ല. സൂപ്പർ ചാറ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ ഗിഫ്റ്റ് ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പം ആ ഗിഫ്റ്റ് ഓപ്ഷൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഹൊറിസോണ്ടൽ ലൈവ് സെഷനിൽ ഇനി ഗിഫ്റ്റ് ഓഡിയൻസിന് സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിലൂടെ ലൈവുകൾ കൂടുതൽ ചെയ്യുന്നവരുടെ ഏണിങ്സ് കൂടും. സൂപ്പർ ചാറ്റിൽ നിന്നുള്ള വരുമാനം മാത്രമായിരിക്കത്തില്ല, ഇനി ഗിഫ്റ്റിലൂടെയും ഹൊറിസോണ്ടൽ ലൈവ് സെക്ഷൻസ് ചെയ്യുന്നവർക്ക് ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് മോണിറ്റൈസേഷൻ ഓൺ ഇമേജ് പോസ്റ്റ്. കാരോസൽ ഇമേജുകളൊക്കെ നമ്മൾ സാധാരണ പോസ്റ്റ് ചെയ്യാറുണ്ടല്ലോ, 2, 3 ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ഇടുന്നത് നേരെ ഷോർട്ട് സെക്ഷനിലായിരിക്കും. ഷോർട്ട് ഫീഡിൽ ആ പോസ്റ്റുകൾ ഷോർട്ടായിട്ട് തന്നെ കാണിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു 4-5 ഫോട്ടോസ് കാരോസൽ ഓഫ് ഇമേജുകളായിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഇനിയും അഡ്വർടൈസ്മെന്റുകൾ വരും. ഈ അഡ്വർടൈസ്മെന്റുകളുടെ ഏണിങ്സ് നമുക്ക് ഡയറക്റ്റ് കിട്ടത്തില്ല, പക്ഷെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ഷോർട്സിന്റെ റീച്ച് ഇതിലൂടെ വർദ്ധിക്കും. കാരണം ഇത് ഷോർട്ട് ഫീഡ്സിലായിരിക്കും കാണിക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ബ്രാൻഡ് കൊളാബറേഷൻസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയും വർദ്ധിക്കും. അപ്പം നിങ്ങൾ പോസ്റ്റുകൾ യൂട്യൂബിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ കാരോസൽ ഇമേജുകളായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുക. 4-5 ഫോട്ടോസ് ഒക്കെ കൂട്ടിച്ചേർത്ത് അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കാനും ഇനി പറ്റുന്നതാണ്. മൂന്നാമത്തെ അപ്ഡേറ്റ് ആർട്ട് ക്രെഡിറ്റ് പ്ലസ് ബോണസ്. ആർട്ട് ക്രെഡിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് റീച്ച് കുറവാണെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റുകളായിട്ട് നമ്മുടെ വീഡിയോകൾ കാണിച്ചുകൊണ്ട് നമ്മളുടെ യൂട്യൂബ് വീഡിയോകളിലേക്ക് റീച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ പലരും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള ആഡ് ക്രെഡിറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബ് നമുക്ക് ഇങ്ങോട്ട് തരും. അതേപോലെ തന്നെ ബോണസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. ബോണസിന്റെ ഒരു മെയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം April 30 വരെയാണ് ആ ഒരു ബോണസ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ടൈം തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ബോണസ് പ്രോഗ്രാമിൽ കയറി രജിസ്റ്റർ ചെയ്യുക. പെർ മന്ത് നിങ്ങൾക്ക് $200 വരെ ബോണസ് ആയിട്ട് കിട്ടും. അപ്പം ഷോർട്ട് വീഡിയോസിനും ലോങ് വീഡിയോസിനും ഈ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. മാസത്തിൽ നിങ്ങൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്താൽ മതി. ഷോർട്ട് ആയാലും ലോങ് വീഡിയോ ആയാലും ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യണം. പക്ഷേങ്കിൽ നമ്മുടെ കഴിഞ്ഞ മുമ്പത്തെ മാസത്തിലേക്കാളും ഒരു 10% to 70% വ്യൂവും വാച്ച് ടൈമും ഷോർട്ട് വീഡിയോയ്ക്കും ലോങ് വീഡിയോയ്ക്കും കൂടുതൽ ഉണ്ടെങ്കിൽ, അതായത് പുതുതായിട്ടിടുന്ന വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് എലിജിബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മിനിമം ഒരു മാസം $200 വരെ ബോണസ് ആയിട്ട് കിട്ടും. അടുത്ത 3 മാസത്തേക്കാണ് ഈ ഒരു ബോണസ് പ്രോഗ്രാം വരാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ യൂട്യൂബ് ഇമെയിൽ ഐഡി ഓപ്പൺ ആക്കി നോക്കുക, ഈ ഒരു ബോണസ് പ്രോഗ്രാമിന്റെ ഇൻവിറ്റേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്ന്. നാലാമത്തെ അപ്ഡേറ്റ് മെമ്പർഷിപ്പ് പ്രൈസ് ചേഞ്ചിങ് ആണ്. മുമ്പ് എല്ലാ കൺട്രീസും ഗ്ലോബലി ഒരേ റേറ്റിംഗ് ആയിരുന്നു മെമ്പർഷിപ്പിന് വേണ്ടി ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ ചെറിയ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഓരോ കൺട്രീസിലും ഓരോ മെമ്പർഷിപ്പ് പ്രൈസിങ് ആയിരിക്കും. ഇന്ത്യയിൽ നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്നത് $150 തൊട്ടാണ്. US-ലാണെന്നുണ്ടെങ്കിൽ $4.49 തൊട്ടാണ് ഈ ഒരു മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒരു പ്രയോജനം, അതായത് ഓരോ കൺട്രിയിലും ഓരോ രീതിയിലുള്ള മെമ്പർഷിപ്പ് പ്രൈസിങ് കൊണ്ടുവരുന്നതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓഡിയൻസ് ഇപ്പം പല രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. അപ്പം ഇപ്പം US-ലുള്ള ഒരാൾ എൻ്റെ ചാനലിന്റെ മെമ്പർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര രൂപയാണോ പേ ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് ആയിരിക്കും പേ ചെയ്യുന്നത്. അപ്പം ഓരോ രാജ്യത്തിന് അതിനനുസരിച്ചുള്ള എമൗണ്ടുകളായിരിക്കും പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പം ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ ഇവിടെ 150 രൂപയാണെന്നുണ്ടെങ്കിൽ US-ൽ അതിനേക്കാളും കൂടുതൽ പൈസ കൊടുത്തിട്ടായിരിക്കും മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. അപ്പം നമുക്ക് അതിന്റെ അനുസരിച്ചുള്ള ഏണിങ്സ് ഓരോ മെമ്പർഷിപ്പിലും കൂടുതൽ കിട്ടും. മറ്റ് കൺട്രീസിൽ നിന്ന് ആളുകൾ നമ്മളുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ. അപ്പം അങ്ങനെ ഗ്ലോബലി ഒരു ഓഡിയൻസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റ്സ് ആണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ അപ്ഡേറ്റ് ഏതാണുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനലോടും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇവിടെ ഒരു വീഡിയോ ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്. ഇൻഓതന്റിക് കണ്ടന്റ് എന്താണെന്നും അതുകൊണ്ട് എന്ത് പ്രശ്നമാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്നത്. മറക്കാതെ അപ്പം ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടേക്കുക. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.